കുട്ടികളൊക്കെ ഇനി പൊറോട്ട ചോദിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിയും എളുപ്പത്തിലൊരു പൊറോട്ട തയ്യാറാക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 500 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. സാധാ വെള്ളം തന്നെയാണ്, ചൂടുള്ളതൊന്നുമല്ല. കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണേലും ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ആദ്യം ഒന്നിത് ഉരുട്ടിയെടുക്കാം പാത്രത്തിൽ വെച്ചിട്ട്. ഇത് കുറച്ചൊരു ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അതുപോലെ ഇനി നമുക്ക് ഈ ടേബിൾ ടോപ്പ് നല്ല വൃത്തിയാക്കി അവിടെ കുറച്ച് പൊടിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു മയം വരുന്നത്. അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിൽ വെച്ച് നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് മൂടി വെക്കണം. നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാലും മതി. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കണം. കൂടുതൽ എണ്ണകളൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ഇനി അരമണിക്കൂർ കഴിയട്ടെ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേണം. ഒരു കത്തി കൊണ്ട് ഇതിന് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടിയിട്ട് തന്നെ ഇത് പരത്തിയെടുത്താൽ മതി. എണ്ണയിട്ട് പരത്തുമ്പോൾ നീങ്ങാൻ ചിലപ്പം കുറച്ച് പാട് വരും. നല്ല പോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കണം. എല്ലായിടത്തും എത്തണം ഓയിൽ. ഇത് ഞൊറിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കണം. ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ പരട്ടി കൊടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതും പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തതാണിത് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഒന്നെടുത്ത് ഇത് പരത്തിയെടുക്കാം. അങ്ങനെ കൈ കൊണ്ട് പരത്തിയാൽ മതി. പെട്ടെന്ന് തന്നെ പരന്നു കിട്ടും. ഇനി ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പരത്തി വെച്ച ഈ പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചുട്ടെടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. കൂടുതലൊരു ടേസ്റ്റ് കിട്ടും. നിർബന്ധമില്ല. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇതായിട്ടുണ്ട്. നമുക്കിനിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇതാ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെയാണ്. ഇതൊരു ചെറിയ ചൂടാറുമ്പോൾ നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ മയം കിട്ടും. കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾ പൊറോട്ടയൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊറോട്ടയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിൽ സോഡാപ്പൊടിയോ മുട്ടയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.